പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഡിവിഷൻ കൗൺസിലർ ശ്രീ PR റെനീഷ് അവർകളാണ്. ഈ യോഗത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് തേവര പണ്ടിക്കർപ്പൻ വായനശാലയുടെ സെക്രട്ടറി ശ്രീ CC പത്മനാഭൻ അവരുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും തേവര പണ്ഡിറ്റ് കർപ്പൻ സ്മാരക വായനശാലയുടെയും തേവര സാംസ്കാരിക വേദിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണനിലാവ് 2025 ഓണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മൾക്കറിയാം, ഒരു നല്ലൊരു ഓണം നമ്മുടെ മുന്നിലൂടെ കൂടെ കടന്നുപോയി. അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘാടക സമിതി ഒരു നല്ലൊരു കലാശക്കൊട്ടോടുകൂടിയുള്ള ഒരു സമാപനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഡിവിഷൻ കൗൺസിലർ ശ്രീ PR വികസനത്തിന്റെ പാതയിൽ നല്ലൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ ശ്രീ PR റെനീഷിനെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. അതിലുപരി തേവര പണ്ഡിറ്റ് കർപ്പൻ സ്മാരക വായനശാലയുടെയും തേവര സാംസ്കാരിക വേദിയുടെയും താങ്ങും തണലുമായി ഞങ്ങളെ എന്നും സഹായിച്ചും സഹകരിച്ചും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ശ്രീ PR റെനീഷ്, നമ്മുടെ പ്രിയ കൗൺസിലർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ മാക്സി അവർകൾ തേവരയുടെ മണ്ണിലേക്ക് ആദ്യമായിട്ടാണ് ഒരു പൊതുപരിപാടിയിൽ ശ്രീ മാക്സി അവർകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കടയന്നൂർ താലൂക്ക് ലൈബ്രറിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി മാധുരി ദേവി, കടവന്ത്ര സോയിസ് ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി മാധുരി ദേവി. ഞങ്ങളുടെ ലൈബ്രറിയുടെ പണ്ഡിറ്റ് കർപ്പൻ സ്മാരക വായനശാലയുടെ ചുമതല വഹിക്കുന്നതും കൂടിയാണ് ശ്രീ മാധുരി ദേവി. ഇന്ന് ഗ്രന്ഥശാല ദിനം കൂടിയാണ്, സെപ്റ്റംബർ 14. ഇന്ന് ഗ്രന്ഥശാല ദിനം കൂടി നമ്മൾ കൊണ്ടാടുകയാണ്. ശ്രീ മാധുരി ദേവിയെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന്റെ നമ്മളുടെ സാംസ്കാരിക സമിതിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ TA രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ സുഹൃത്തും കൂടിയാണ് ശ്രീ TA രാധാകൃഷ്ണൻ. ശ്രീ TA രാധാകൃഷ്ണനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തേവര പണ്ഡിറ്റ് കർപ്പൻ സ്മാരക വായനശാലയുടെ പ്രസിഡന്റ്, നിങ്ങൾക്ക് സുപരിചിതമായ മുഖം, ഞാൻ വേറെ ഒന്നും ആമുഖമായിട്ട് പറയുന്നില്ല. ശ്രീ പീറ്റർ മാസ്റ്ററെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിലുപരി ഇന്നിവിടെ SSLC +2 അവാർഡ് വാങ്ങിക്കാൻ എത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികൾ, അവരെ ഈ അവാർഡിലേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകർ, രക്ഷിതാക്കൾ, അവരോരോരുത്തരെയും സംഘാടക സമിതിയുടെ പേരിലും വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ തന്നെ തേവരയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് കലാകാരന്മാർ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ വ്യക്തിമുദ്ര പതിപ്പിച്ച 7ഓളം കലാകാരന്മാരെ നമ്മൾ ഇന്ന് വേദിയിൽ ആദരിക്കുന്നുണ്ട്. അവരുടെ പേരൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല, അത് 1 by 1 ആയിട്ട് പിന്നീട് വന്നോളും. ആ കലാകാരന്മാർ ഇവിടെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മുൻപന്തിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അവരെയും ഞാൻ പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. MLA, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ KJ മാക്സി, വേദിയിലുള്ള നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹി മാധുരി ടീച്ചർ, മാധുരി ദേവി KS എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയക്കുറവായിരിക്കും, പഴയ ഗേൾസ് സ്കൂളിലെ ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. പീറ്റർ മാഷ്, രാധാകൃഷ്ണൻ, പപ്പൻ, ഇവിടെ ഞങ്ങളിന്ന് ആദരിക്കുന്ന തേവരയുടെ കലാകാരന്മാരായിട്ടുള്ള 7ഓളം പേരൂടെ ഇരിക്കുന്നുണ്ട്. അവർ വേദിയിലേക്ക് ഇരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കസേരയുണ്ട്, അതുകൊണ്ട് ജോണേട്ടനോട് ആദ്യം തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ഗുരു കാരണവരാണ് തേവരയുടെ. അപ്പോൾ ഇങ്ങോട്ട് ഇരിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ജോണേട്ടൻ ഇരുന്നാൽ ആദരിക്കുന്നവരെല്ലാവരും ഇരിക്കും. അതുകൊണ്ടാണ്. മൂന്നാമത്, ഒരു ജനകീയ MLA എന്ന നിലക്ക് എനിക്ക് മാക്സിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് കൗൺസിലറായിരുന്ന സമയത്ത്
ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ചെല്ലാനം പ്രദേശത്തെ, കണ്ണമാലി പ്രദേശത്തെ രൂക്ഷമായ കടലാക്രമണം. കോർപ്പറേഷനെ ഉൾപ്പെടെ ഒരുപാട് എഫേർട്ട് അന്ന് എടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ഡിവിഷൻ്റെ കൗൺസിലർ ശ്രീ PR രനീഷ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മാധുരി ടീച്ചർ, പീറ്റർ സാർ, സംസ്ഥാനമാണ് കേരളം. അങ്ങനെ കേരളത്തെ മാറ്റിയെടുത്തതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ വളരെ വലിയ പ്രവർത്തനങ്ങളാണ്. ആ കാലഘട്ടത്തിലൂടെയെല്ലാം കടന്നുപോയി. നമ്മളിപ്പോൾ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ മാതാപിതാക്കളുടെ ഒരു ചിന്ത വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുകയാണ്, എന്താ ചിന്തിക്കുന്നത്, അവർ വിദ്യാഭ്യാസം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറി. ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൊച്ചി MLA ശ്രീ മാക്സി അവളെ ക്ഷണിക്കുന്നു. തേവരയുടെ അതുല്യ വയലിൻ കലാകാരനായ ശ്രീ ഗോപാലൻ CV നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. തേവരയിലെ നിരവധി ശിഷ്യന്മാർക്ക് വയലിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നാടക നടൻ, സംവിധായകൻ, ഗായകൻ എന്നീ നിലകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന അതുല്യ കലാകാരനാണ്. ഈ കലാകാരനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവർത്തിച്ചു വരുന്ന ശ്രീ പീറ്റർ ഏട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ എന്ന ഗാനത്തിലുള്ള മലയാളികളുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം ബ്രിജേഷ് രാമചന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഗീത ലോകത്തിലെ പുത്തഗുണങ്ങൾ നൽകിയ ശ്രീ തങ്കപ്പൻ. കലാപ്രവർത്തകനും നാടൻ കലാരൂപങ്ങൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ച ശ്രീ തങ്കപ്പൻ ചേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കൗൺസിലർ അവാർഡാണ്. കുട്ടികൾ എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വരിക. SSLC CBSE വൈകാലക്ഷ്മി KJ, വൈകാലക്ഷ്മി. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. ആനറ്റ് മേരി, ആനറ്റ് മേരി. റേച്ചൽ, റേച്ചൽ ജോർജ്. ആനറ്റ് മേരി കഴിഞ്ഞ റേച്ചൽ ജോർജ്. റേച്ചൽ ജോർജ് ഇല്ല. അലീന റോസ് ബിജു. ഷാരോൺ ജോസഫ് ഡിസിൽവ. ഷാരോൺ ജോസഫ് ഡിസിൽവ. സീതു ബിജു. ഷാരോൺ. സീതു ബിജു. അനീറ്റ റോസ് ബിജു. ദേവി കൃഷ്ണ ബിജു. ദേവി കൃഷ്ണ ബിജു. എല്ലാവരും ഒന്ന് കൈയടിച്ച്. ദേവനന്ദ കെ. ദേവനന്ദ കെ. ഹരിത ബാലൻ. ഹരിത ബാലൻ. നെക്സ്റ്റ് +2 അവാർഡ്. +2 അവാർഡ് ശിവനന്ദ KS. ശിവനന്ദ സ്ഥലത്തില്ലാത്തതിനാൽ ശിവനന്ദയുടെ അമ്മയാണ്.
ജെഫിൻ കുര്യൻ ജോസ്, ആര്യ പ്രിയ, കെവിൻ നന്ദ. കയ്യടി കൊടുക്കൂ പ്ലീസ്. ആര്യ, കെവിൻ നന്ദ ഇല്ലേ? കെവിൻ നന്ദ. വിദ്യ രാജേഷ്, പാർവതി സി ഡി. അടുത്തത് വായനശാല വിദ്യാഭ്യാസ അവാർഡാണ്. ആദ്യം നൽകുന്ന +2 അവാർഡാണ്. ലക്ഷ്മിപ്രിയ ടി ആർ, ഡോക്ടർ ഓഫ് രാധാകൃഷ്ണൻ ടി എ. നിയ സുനിൽ, ഡോക്ടർ സുനിൽ കെ. നിയ സുനിൽ, ഡോക്ടർ ഓഫ് രജീഷ്, വിദ്യ രജീഷ്. ശിവനന്ദ കെ എസ്, ഡോക്ടർ ഓഫ് സമീർ. കയ്യടി. അടുത്തത് SSLC അവാർഡാണ്. പട്ടികർപ്പൻ വായനശാല SSLC അവാർഡ്. ഋഷികേഷ് കെവിൻ, ഋഷികേഷ് പി, സൺ ഓഫ് വിനോ. നേഹ കെ, ഡോക്ടർ ഓഫ് വിജീഷ്. ദേവി കൃഷ്ണ വിജു, ഡോക്ടർ ഓഫ് വിജു. നെക്സ്റ്റ് ദേവി കൃഷ്ണ വിജു, ഡോക്ടർ ഓഫ് വിജേഷ്. വൈദാലക്ഷ്മി കെ ജെ, ഡോക്ടർ ഓഫ് ജയശങ്കർ കെ. വൈദാലക്ഷ്മി. അടുത്തതായിട്ട് പട്ടികർപ്പൻ വായനശാല 18/8/2025 പാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പേപ്പർ ക്രാഫ്റ്റ് എഴുത്ത് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. ആദ്യമായി നടന്ന പേപ്പർ ക്രാഫ്റ്റ് മത്സരം LP വിഭാഗം. ഒന്നാം സ്ഥാനം ആമി നിഖിൽ. ആമി നിഖിൽ. രണ്ടാം സ്ഥാനം വസുദേവ്. വസുദേവ്. കൈയടിക്കൂ പ്ലീസ്. പ്രോത്സാഹനം ലക്ഷ്യ അഖിലൻ. ലക്ഷ്യ അഖിലൻ. സമ്മാനം നൽകുന്നതിലേക്ക് മാധുരി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിലേക്ക് UP and HS വിഭാഗം. ഒന്നാം സ്ഥാനം ഇഷാൻ KS. ഇഷാൻ. രണ്ടാം സ്ഥാനം നിവേദ് സത്യൻ. ഇഷാൻ. ഒന്നാം സ്ഥാനം ലക്ഷ്യ അഖിലൻ. ലക്ഷ്യ. ഒന്നാം സ്ഥാനം രണ്ടുപേർക്കുണ്ട്. ആമി നിഖിൽ. ആമി നിഖിൽ. ആമി. രണ്ടാം സ്ഥാനം വസുദേവ്. 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 UP HS വിഭാഗം. UP HS വിഭാഗം. നേഹ കെ. ഒന്നാം സ്ഥാനം. സൂര്യദാസ്. രണ്ടാം സ്ഥാനം സൂര്യദാസ്. പ്രോത്സാഹനം ഗൗതം പ്രജേഷ്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് തുമ്പപ്പൂവും കാക്കപ്പൂവും ഒക്കെ പറിച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ഓണം എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന പൂക്കളോടും ഒക്കെ സംവദിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് ആ പൂക്കളൊന്നും നമ്മുടെ നാട്ടിൽ അന്യം നിന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നെൽച്ചെടി കണ്ടിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അരിയുടെ ചെടിയാണ് എന്ന് കുട്ടികൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് നെൽച്ചെടി കാണുമ്പോൾ അരിയുടെ ചെടിയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ
പ്രിയങ്കരനായ ശ്രീ PR രതീഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ നാട്ടുകാരെ, DTPCയും PKM വായനശാലയും തേവര സാംസ്കാരിക വേദിയും സംയുക്തമായി നടത്തുന്ന ഈ സാംസ്കാരിക സന്ധ്യയിലേക്ക് എത്തിയ നിങ്ങളെ ഓരോരുത്തർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു മണിക്കിനാവിൻ്റെ പൊന്നെഞ്ചിലും ഒലികെ തുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നെഞ്ചിലും ഒലികെ തുണർന്നു. ഒരു മണിക്കിനാവിൻ്റെ പൊന്നെഞ്ചിലും ഒലികെ തുണർന്നു. സഖിയാണ്ടൊരു ആമരണ പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ തേണൂതുമാട്ടിടയൻ സഖിയാ. Vijen Kumar, Kansir Mirno, keyboard Prasad Kairulurame, gitar Rebecca Haris Girodi, sound Rashid,
ഒടുവിൽ നീ എത്തുമ്പോ ചൂണ്ടിക്കുക പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ കുറിച്ചുകൊണ്ടുള്ള ഗസൽ ഗായനമാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത്. തേവരയുടെ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡിവിഷൻ കൗൺസിൽ ശ്രീ പി ആർ രവീഷിനെയും അതേപോലെ തന്നെ ഗസൽ ഗായകൻ ശ്രീ അലോഷിയെയും ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഈ ആദരവ് നൽകാൻ ഞാനിപ്പോൾ എൻ്റെ കൂടെ മാറുകയാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത് കേൾക്കാനാണ് വന്നത്. എൻ്റെയും അലൂഷിയുടെയും അടുത്ത സുഹൃത്താണ് ശ്രീജിത്ത്. ശ്രീജിത്താണ് എനിക്ക് നമ്പർ ആദ്യം ശരിക്കും തന്നത് അലൂഷിയുടെ. അപ്പോൾ ശ്രീജിത്ത് നമ്മുടെ ഡിവിഷന് വേണ്ടി, നഗരസഭയ്ക്ക് വേണ്ടി, സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടി, വായനശാലയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട VS ശ്രീജിത്ത് കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ആദരവ്, തേവരയുടെ ആദരവ് നൽകാൻ അലൂഷിക്ക് നൽകുന്നത്. അദ്ദേഹത്തിന് ആദരവ് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ വന്നതിന് പ്രത്യേകം ഒരിക്കൽ കൂടി ആലോചിക്കുന്നു. ഒരുപാട് നന്ദി, സ്നേഹം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. തേവര എല്ലാവരും സംഗീത പ്രതിഭരാണ്. जला दीजिए, जला दीजिए, आप मेरे मुस्कुरा दीजिए, आप मेरे मुस्कुरा दीजिए, लज़्ज़ते गम बढ़ा दीजिए, लज़्ज़ते गम बढ़ा दीजिए, लज़्ज़ते गम बढ़ा दीजिए, लज़्ज़ते गम बढ़ा ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ നിഴലോ പോയി
അകലെ പറന്നവളേ നിങ്ങളെ